3-4 ദിവസത്തെ കനത്ത മഴയ്ക്ക് വിരാമമിട്ട് സൂര്യൻ ഇന്ന് മാസ് എൻട്രി നടത്തി. എൻ്റെ പച്ചക്കറിക്കുട്ടന്മാരെ കാണാൻ ടെറസിലെത്തിയ ഞാൻ ഞെട്ടിപ്പോയി. അതുവരെ ലീഗുകാരായിരുന്ന എൻ്റെ തക്കാളിക്കുട്ടന്മാരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെ മാറിയിരിക്കുന്നു. എന്നാലും ഇത് വല്ലാത്തൊരിതായിപ്പോയി. 3-4 ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ നിറം മാറാൻ പറ്റുമോ? അല്ലെങ്കിൽ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുമിച്ച് നട്ടാൽ ഒരുമിച്ചല്ലേ വിളവെടുക്കാൻ കഴിയുള്ളൂ. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ് എന്നാണല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവരെല്ലാവരും കൂടി വെട്ടിമുറിച്ച് കെച്ചപ്പാക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ചെറിയ കഷ്ണം ഉള്ളിയും ബീട്രൂട്ടും പിന്നെ 1-2 അല്ലി വെളുത്തുള്ളിയും കൂടി എടുക്കാം. തക്കാളി നല്ല പഴുത്തതെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി ക്ലീൻ ചെയ്ത തക്കാളി കഷ്ണങ്ങളാക്കി മുറിക്കാം. നന്നായി ചെറുതാക്കണമെന്നില്ല, ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇതിൻ്റെ കൂടെ ഉള്ളിയും ബീട്രൂട്ടും കൂടി അരിയാം. രണ്ടും അധികം വേണ്ട. ബീട്രൂട്ട് കെച്ചപ്പിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മതി. ഇനി നേരത്തെ കഷ്ണങ്ങളാക്കി വെച്ച തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും ബീട്രൂട്ടും ഒക്കെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി 2-3 ഗ്രാമ്പുവും ചെറിയ കഷ്ണം പട്ടയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. പട്ടയും ഗ്രാമ്പുവും ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഞാൻ ഗ്രാമ്പു മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ വേണമെങ്കിൽ 1 കപ്പ് വെള്ളം ചേർക്കാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കിയാൽ മതി. തക്കാളി നന്നായി വേവുന്നത് വരെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് വേവിച്ചെടുക്കാം. വേവിച്ചതിന് ശേഷം പട്ടയും ഗ്രാമ്പും എടുത്തു മാറ്റണം. അരയ്ക്കാൻ പാടില്ല, അരച്ചാൽ ഫ്ലേവർ കൂടിപ്പോകും. നന്നായി തണുത്തതിന് ശേഷം അരച്ച് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കണം. ബീട്രൂട്ട് ചേർത്തുകൊണ്ട് ഇപ്പം തന്നെ നല്ല കളറുണ്ട്. ഇത് ഇനി പാനിലോട്ട് മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 4 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഓരോരുത്തരുടെ താല്പര്യം കൂടിയോ കുറഞ്ഞോ ആവാം, അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. കെച്ചപ്പിന് ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടി കുറച്ച് കശ്മീരി മുളക് പൊടിയോ അതില്ലെങ്കിൽ സാദാ മുളക് പൊടി ആയാലും മതി. കശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ച് അധികം ഇടാം, എരിവ് കുറവായിരിക്കും, കളർ ഉണ്ടാകും. സാദാ മുളക് പൊടിയാണെങ്കിൽ അത്ര വേണ്ട. ഇനി കുറച്ച് വൈറ്റ് വിനീഗറും ആവശ്യത്തിന് ഉപ്പും വളരെ കുറച്ച് പെപ്പർ പൗഡറും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം തക്കാളി വേവിച്ചപ്പോൾ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഇപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ടൈറ്റ് ഉണ്ട്. വെള്ളം ഒഴിച്ചവർ നന്നായി വറ്റിച്ചെടുക്കണം, അല്ലെങ്കിൽ കെച്ചപ്പ് അധിക കാലം സൂക്ഷിക്കാൻ പറ്റില്ല, പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തക്കാളിക്കൊക്കെ നല്ല വില കുറഞ്ഞ സമയത്ത് ഒരുപാട് വാങ്ങി കേടാക്കുന്നവരും എന്നെപ്പോലെ ഒരുമിച്ച് വിളവെടുക്കുന്നവർക്കും അതിൽ നിന്നൊക്കെ കുറച്ചെടുത്ത് കെച്ചപ്പാക്കി സൂക്ഷിക്കുന്നതല്ലേ നല്ലത്.